അസ്സലാമു അലൈക്കും ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ കരിവേപ്പിലേൻ്റെ വളരെ പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ്. ഇത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കരിവേപ്പിലിൻ്റെ കറിയിൽ നിന്ന് വെറുതെ എടുത്ത് കളയൂല. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പൂ പോലെ പ്ലേറ്റിൻ്റെ ചുറ്റും ഇങ്ങനെ വെക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട് ആളുകൾക്ക്. അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇഷ്ടമില്ല നമ്മൾ കഷായം കുടിക്കുന്നില്ലേ, അതേപോലെ നമ്മളിത് ഇഷ്ടപ്പെട്ട് തുടങ്ങും അതിൻ്റെ ഈ ആരോഗ്യ ഗുണങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നോക്കി ഓരോന്നായിട്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആരോഗ്യ ഗുണമായിക്കോട്ടെ ആദ്യം പറയുന്നത്, ഈ മുടിൻ്റെ കൊഴിച്ചിൽ തടയാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. പല ആളുകൾക്കും അറിയുന്നുണ്ടാവും ഈ മുടി കൊഴിച്ചിലിന് ഇത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ കരിവേപ്പില എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ എണ്ണ തയ്യാറാക്കണം. എങ്ങനെ തയ്യാറാക്കുക? പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. ഒരു 5 ടീസ്പൂണ് എണ്ണ എടുക്കുക. ഒരു പാത്രത്തിൽ നമ്മൾ ചൂടാക്കാൻ പറ്റിയ പാത്രത്തിൽ എടുക്കുക. എന്നിട്ടില്ലേ അതിലേക്ക് കരിവേപ്പിൻ്റെ ഇല 5 ഇടുക. എന്നിട്ട് അത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒന്നിങ്ങനെ ചൂടാക്കി ഇതിൻ്റെ ഇല കറുപ്പ് കളറായി വരുന്നത് വരെ ചൂടാക്കുക. അവസാനം ഇത് കറുപ്പ് കളറാക്കി വരുമ്പോൾ ഇതെന്ത് ചെയ്യുക, മാറ്റിയിട്ട് സ്റ്റവ് ഓഫാക്കിയിട്ട് തണുക്കാൻ വെച്ചിട്ട് ഒരു ഓവർനൈറ്റ് പിറ്റേ ദിവസം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ യൂസ് ചെയ്യേണ്ടത്? തലയിൽ നമ്മുടെ ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ മുടിയിൽ ഇങ്ങനെ തേച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ മുരട് എന്ന് പറയുമ്പോൾ മുടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ നന്നായിട്ട് തേച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താ മെച്ചമെന്ന് വെച്ചാൽ ഈ മുടിൻ്റെയൊക്കെ കട്ടി കൂടാനും മുടി കൊഴിച്ചിലുള്ള ആളുകൾക്ക് അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. രണ്ടാമതായിട്ട് കരിവേപ്പില നമുക്ക് ദഹനം നന്നായിട്ട് കൂട്ടിത്തരും. കാരണം അതിലുള്ള ചില കോമ്പൗണ്ട്സ്, കാർബസോൾ കോമ്പൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ നമുക്ക് ദഹനത്തിന് ആവശ്യമായിട്ടുള്ള എൻസൈമുകളുടെ പ്രൊഡക്ഷൻ അത് ഉണ്ടാക്കുന്നതിൻ്റെ അളവ് കൂട്ടും. അത് നന്നായിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് ദഹനം കറക്റ്റായിട്ട് നടക്കും. ദഹിക്കാതെ സാധനങ്ങൾ പോകുന്നതിന് തടയുകയും ചെയ്യും. മാത്രമല്ല ഇതിലുള്ള ഫൈബർ നന്നായിട്ടുണ്ട്. ഈ ഫൈബർ നമുക്ക് ദഹനം കൂട്ടാൻ, നമ്മളെ ഗട്ട് ബാക്ടീരിയകളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ ഫൈബർ. അപ്പോൾ ഇതൊക്കെ ചെല്ലുമ്പോൾ ഈ ഗട്ട് ബാക്ടീരിയകളൊക്കെ നല്ല ആക്റ്റീവ് ആവും. ആ സമയത്ത് നമ്മളെ ദഹനം നന്നായിട്ട് നടക്കും. നമ്മളെ കുടലിൻ്റെ ആരോഗ്യമൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുള്ളതാണ്. മൂന്നാമത്തത്, നമ്മൾ ചില പഠനങ്ങൾ ഈ കരിവേപ്പിലിനെ കുറിച്ച് മുരായ കൊയ്നിക്കി എന്നൊക്കെ ഇതിൻ്റെ പേരിട്ടോ, സയൻറ്റിഫിക് പേര്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ പഠനങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഡയബറ്റീസിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ചില പഠനങ്ങൾ പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ചിട്ട് ഇൻസുലിൻ്റെ ആക്ടിവിറ്റി കൂട്ടുന്ന രീതിയിലൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. നമുക്കിത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ലേ ഉള്ളൂ. നമ്മളെ കറിയിലും നമ്മളെ ഭക്ഷണത്തിലൊക്കെ ഇത് കൂട്ടിച്ചേർത്തിട്ട് കഴിക്കുക. ഇത് നമ്മൾ കഴിക്കുക. പച്ചക്ക് കഴിക്കാൻ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ കറിയിലൊക്കെ അരച്ചിട്ട് ചേർക്കുക. ഇങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ നമ്മളെ ഉള്ളിലേക്ക് എത്തിക്കോളും. അപ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ഈ ഗുണങ്ങളൊക്കെ കിട്ടും. ഇനി ഇതിൻ്റെ അടുത്ത ഗുണം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ ഷുഗറുള്ള ആളുകൾക്ക് നല്ലതാണ്. ഇതേപോലെ തന്നെയാണ് കൊളസ്ട്രോളുള്ള ആളുകൾക്കും. LDL കുറയ്ക്കാൻ, ഈ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ HDL നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ഇതിന് സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴോ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറയും. ഹാർട്ട് അറ്റാക്കിന് പ്രധാന കാരണക്കാരൻ ഈ ചീത്ത കൊളസ്ട്രോളും ഡയബറ്റീസുമാണ്. അപ്പോൾ ഇത് രണ്ടും കുറയുന്നതിന് കൂടെ നമുക്ക് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമ്മൾ ശരീരത്തിൽ നീർക്കെട്ടുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വാദത്തിൻ്റെ പ്രശ്നമുള്ള ആളുകൾ, IBD ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ്, ഇതൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് നല്ലൊരു സാധനമാണ്. ഇത് കഴിക്കുന്നതിലൂടെ നമ്മളെ ഇൻഫ്ലമേഷൻസ് ഒരുപാട് കുറഞ്ഞു കിട്ടും. ശരീരത്തിലുള്ള നീർക്കെട്ടുകൾ, ഒരുപാട് സ്ഥലത്തുനിന്ന് നീർക്കെട്ടുകൾ പോകാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ബോഡിക്ക് ഒരു റിപ്പയറിങ് ടെൻഡൻസി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ശരീരത്തിൽ ക്യാൻസറൊക്കെ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഫ്രീ റാഡിക്കൽ ഇഞ്ചുറിയാണ്. ഫ്രീ റാഡിക്കൽസ് ഒരുപാട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിനെ തടഞ്ഞു വെക്കും. ഫോം ചെയ്യിക്കാൻ സംഭവിക്കില്ല. അതിന് ഫ്ലാവനോളും മറ്റ് കാർബസോൾ കോമ്പൗണ്ട്സ് ഒക്കെയാണ് ഈ പണി ചെയ്യുന്നത്, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കും. ബ്ലഡ് വെസൽസിൻ്റെ അകത്ത്, നമ്മുടെ രക്തക്കുഴലുകൾക്കകത്ത് ബ്ലോക്ക് വരുന്നതിനൊക്കെ തടഞ്ഞു വെക്കും എന്നുള്ളത്. അവസാനമായിട്ട് വെയിറ്റ് ഒരു പ്രശ്നമായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്ന ആൾക്കാർക്കും ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം ഇതിൽ ഒരുപാട് ഫൈബർ ഉണ്ട്. ഇത് കഴിക്കുന്ന സമയത്ത്, ഇത് കൂട്ടത്തിൽ നമ്മൾ ഫുഡിൻ്റെ കൂട്ടത്തിലാക്കി കഴിക്കുന്ന സമയത്ത് ഈ ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ വിശപ്പ് കുറച്ചും കൂടി ഒന്ന് പെട്ടെന്ന് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. അതിനൊരു വലിയ എഫക്റ്റ് കുറച്ചുള്ളെങ്കിലും വേറൊരു നല്ല എഫക്റ്റ് എന്താണെന്നറിയോ? മഹാനിമ്പിൻ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ട് ഉണ്ട്. ഈ കോമ്പൗണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ലിപ്പിഡിൻ്റെ മെറ്റബോളിസം കൂട്ടുകയും ചെയ്യും. ഇത് എവിടെയെങ്കിലും പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയും അത് തടഞ്ഞു വെക്കും. അപ്പോൾ നമുക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ കുറയ്ക്കാൻ പറ്റും. ഫാറ്റ് നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് കൊഴുപ്പുകൾ അടിഞ്ഞു കൂടുന്നത് കുറയ്ക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും തടി മെലിഞ്ഞു വരും. ഇത് മാത്രം പോരട്ടോ, കരിവേപ്പിലയും കഴിച്ചിങ്ങനെ ഇരുന്നാൽ പോരാ. അതിൻ്റെ കൂട്ടത്തിൽ എക്സസൈസ്, ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യണം. അതിന് കൂട്ടത്തിൽ ഇത് ചെയ്യുമ്പോഴേ അതിന് എഫക്റ്റീവ്നെസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ കരിവേപ്പില കഴിച്ചാൽ തടി കുറയുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരിവേപ്പില ജ്യൂസ് അടിച്ചൊക്കെ കുടിച്ചാൽ എൻ്റെ പഠിച്ചോനെ ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് കാര്യമില്ല, ഇങ്ങനെയൊന്നും ചെയ്യേണ്ട. അത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ എക്സസൈസ്, ഡയറ്റൊക്കെ ചെയ്യുന്ന
കഴിക്കുന്നതിൻ്റെ കൂടെ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടും. അല്ലാതെ അത് മാത്രമായിട്ട് ഗുണങ്ങൾ കിട്ടൂല കേട്ടോ. ഈ കറിവേപ്പില ഇഷ്ടമില്ലാതെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ വരിക്ക് വെക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നല്ല സാധനമാണ് കറിവേപ്പില. അപ്പോൾ എല്ലാവരും കഴിക്കുന്ന ശീലമാക്കുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, പൂക്കോട്ട് ഹോമിയോപ്പതിക് ആൻഡ് കൗൺസിലിംഗ് സെൻറ്റർ, മലപ്പുറം.